അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠുരനുമായിരുന്നു. എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിക്കാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ. പൗലോസിൻ്റെ ജീവിത സായാഹ്നത്തിൽ തൻ്റെ ആത്മഗതമായിട്ട് തൻ്റെ അനുഭവമായിട്ട് താൻ വിളിച്ചറിയിക്കുന്ന ഒരു സാക്ഷ്യമാണ് നാം ഇപ്പോൾ വായിച്ചത്. മുന്നമേ ഞാൻ ദൂഷകനായിരുന്നു, നിഷ്ഠുരനായിരുന്നു, ഉപദ്രവിയായിരുന്നു. എങ്കിലും അവിശ്വാസത്താൽ അജ്ഞതയിൽ ഞാൻ ചെയ്തതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. ഇവിടെ ജീവിതത്തിൽ അതിമഹത്തായിരിക്കുന്ന ലക്ഷ്യങ്ങൾ നേടി മനോഹരമായിരിക്കുന്ന ജീവിതത്തിനുടമയായി അന്നും ഇന്നും എക്കാലവും അറിയപ്പെടുന്ന പൗലോസിൻ്റെ വാക്കുകൾ നാം ശ്രദ്ധിക്കുന്നത് നേട്ടങ്ങൾ ഒരു മനുഷ്യനായിട്ടല്ല, കരുണ ലഭിച്ച ഒരു മനുഷ്യനായിട്ടാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയാന്വിതനായി എ മാൻ ഹു റിസീവ്ഡ് മെർസി, എ സിന്നർ ഹു റിസീവ്ഡ് മെർസി, ഭാവിയായിരിക്കുന്ന കരുണ ലഭിച്ച ഒരു മനുഷ്യൻ്റെ സാക്ഷ്യം നാം ഇവിടെ കേൾക്കുന്നു. ജീവിതത്തിൻ്റെ ഒടുവിലത്തെ ഈ സമയങ്ങളിലും ആദ്യം യേശു കർത്താവ് തന്നെ കണ്ടുമുട്ടിയ ആ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ ഊഷ്മളത ഇന്നും നഷ്ടപ്പെടാതെ വണ്ണം ഊഷ്മളമായിരിക്കുന്ന പുതുക്കമുള്ളൊരു സാക്ഷ്യത്തിൽ താൻ പറയുകയാണ്, എനിക്ക് കരുണ ലഭിച്ചു, ഈ രക്ഷയ്ക്ക് ഞാൻ അർഹനായി തീർന്നു. തൻ്റെ രക്ഷയെ സംബന്ധിച്ചുള്ള അത്ഭുതം, വലിയ നന്ദി തൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. ദമസ്കോസ് തനിക്കിന്നും വർഷങ്ങൾക്ക് ശേഷം ഒരു പുത്തനനുഭവമായിട്ട് തൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു. കാലഘട്ടം കൊണ്ട് തൻ്റെ രക്ഷയുടെ മഹത്വം, ആനന്ദം, നന്ദി, അത്ഭുതം, വിസ്മയം തൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. ആ രക്ഷയുടെ വിസ്മയത്തിൽ നന്ദിയുള്ളവനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ താൻ ഇപ്പോഴും നിൽക്കുന്നതായിട്ട് നാം കാണുന്നു. അതേ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന വലിയ അപകടങ്ങളിലൊന്ന് നമ്മുടെ അന്തരംഗത്തിൽ നിന്നും ഈ രക്ഷയുടെ നന്ദി, വിസ്മയം, അത്ഭുതം മാറിപ്പോവുക എന്നുള്ളതാണ്. നാം കർത്താവിനെ കണ്ടുമുട്ടിയ സമയത്ത് ഇറ്റ് വാസ് ഓൾ സാൽവേഷൻ, ദ ഗ്രേസ് ദാറ്റ് വി റിസീവ്ഡ്. നമുക്ക് ലഭിച്ച കൃപ, ആ രക്ഷയുടെ മഹത്വം ഇതായിരുന്നു നമ്മുടെ ഹൃദയത്തെ ഭരിച്ചിരുന്നത്. ജീവിതത്തിൽ വലുതായിട്ടൊന്നും കിട്ടാനില്ല, എനിക്ക് ജീവിതത്തിൽ ലഭിച്ച എത്രയും വലിയ സമ്പത്ത് എന്നുള്ളതിൽ നാം എത്രയും അധികം രക്ഷയെ വിലമതിച്ചിരുന്നു. ദൈവമേ, എനിക്കെങ്ങനെ ലഭിച്ചു? എൻ്റെ കൂട്ടുകാർക്ക് ലഭിക്കാത്ത, വീട്ടുകാരിൽ പലർക്കും ലഭിക്കാത്തത്, എന്നെക്കാളും നല്ലവരും സാമർഥ്യമുള്ളവരും ദൈവത്തോട് അടുത്തവരെന്ന് കരുതിയവർക്ക് ലഭിക്കാത്ത, ഹൗ ഐ ഗോട്ട് ഇറ്റ്, എനിക്കെങ്ങനെ ലഭിക്കുവാനായിട്ട് കഴിഞ്ഞു? ഈ നിലയിൽ നമ്മുടെ ഹൃദയം രക്ഷയിൽ വിസ്മയിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു വരുമായിരുന്നു. ദൈവസന്നിധി നമ്മുടെ ഹൃദയത്തിൻ്റെ അഭിവാഞ്ചകളെ നാം പറയുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ കർത്താവിൽ കണ്ടെത്തുവാൻ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം കണ്ടിരുന്നു. ദൈവ സാന്നിധ്യമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അന്വേഷിച്ചിരുന്നതും നാം ആഗ്രഹിച്ചിരുന്നതും. എന്നാൽ കാലങ്ങൾ കൊണ്ട് അതിൻ്റെ മാറ്റമുണ്ടാകും, അതിൻ്റെ ഊഷ്മളത നഷ്ടപ്പെടുന്നു. ബിക്കെയിംസ് ആൻ ഓൾഡ് എക്സ്പീരിയൻസ്, ഒരു പഴയ അനുഭവമായി മാറുന്നു. അതിൻ്റെ ഊഷ്മളത നഷ്ടപ്പെട്ട ശേഷം നാം ദൈവത്തെ നന്ദി കരയേറ്റുന്ന മറ്റു പല കാര്യങ്ങൾ കാണും. ദൈവം നമുക്ക് നൽകിയ ജീവിതത്തിൽ നൽകിയ ഒരുപാട് കാര്യങ്ങളെ ഓർത്ത് നാം ദൈനംദിനം നന്ദി കരറ്റുന്ന ഒരു നല്ല മനോഭാവം നമുക്ക് കാണും. ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ഗുഡ് തിങ്, നല്ലൊരു കാര്യമായിരിക്കും. എങ്കിലും വാട്ട്സ് ദ ഗ്രേറ്റസ്റ്റ് തിങ് ദാറ്റ് വി നീഡ് ടു നെവർ സ്റ്റോപ്പ് പ്രൈസിങ്, ഒരിക്കലും നന്ദി അവസാനിക്കാൻ കഴിയാത്തതും ആദ്യം നമ്മുടെ ഹൃദയത്തിൽ വരുന്നതുമായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം ഏതാണ്? ദാറ്റ് ഗ്രേറ്റ് സാൽവേഷൻ ഗോഡ് ഗേവ് us, ദൈവം നമുക്ക് നൽകിയ വലിയ രക്ഷ. ആ രക്ഷയെ സംബന്ധിച്ചുള്ള ഒരു വലിയ അഭിനന്ദനം, ആസ്വാദനം, നന്ദി, വിസ്മയം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുകയും ആദ്യ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യണം. ഇത് പൗലോസിൻ്റെ സാക്ഷ്യം തുടർന്ന് താൻ പറയുമ്പോൾ, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും വിശ്വസിപ്പാൻ യോഗ്യമായിരിക്കുന്ന വചനമാകുന്നു. ആ പാപികൾ ഞാൻ ഒന്നാമൻ. Christ came to this world to save sinners. ഭാവികളെ രക്ഷിപ്പാൻ യേശു കർത്താവ് വന്നു.
ലോകം മുഴുവൻ ആ വലിയ സത്യത്തെ താൻ പ്രസിദ്ധപ്പെടുത്തി. തനിക്കുള്ളതെല്ലാം അതിനുവേണ്ടി നഷ്ടപ്പെടുത്തി. ആരോഗ്യം, സമ്പത്തും സ്ഥാനവും സകലതും അതിനുവേണ്ടി നഷ്ടപ്പെടുത്തി അറിയപ്പെടുന്ന ലോകം മുഴുവൻ ഓടി നടന്ന ഒരു മഹനീയ വ്യക്തിയാണ് പൗലോസ്. ഇന്ന് ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ താൻ പറയുമ്പോൾ എത്ര പേരെ നേടുവാൻ കഴിഞ്ഞു, എത്ര പേരോട് പ്രസിദ്ധപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞു. ഈ ആത്മീയമായിരിക്കുന്ന മുന്നേറ്റത്തിൽ തൻ്റെ സ്ഥാനം എവിടെ നിൽക്കുന്നു, തൻ്റെ ജീവിതം കൊണ്ട് നേടുവാൻ കഴിഞ്ഞു എന്നുള്ളതിലുപരിയായിട്ട് ഇപ്പോൾ ഒടുവിൽ നിൽക്കുമ്പോൾ ഫൈനലി അഗെയിൻ കംസ് ബാക്ക് ടു ഹിസ് സാൽവേഷൻ. ഒടുവിൽ താൻ തൻ്റെ രക്ഷയിലേക്ക് തന്നെ മടങ്ങി വരുന്നൊരിടം നാം കാണുന്നു. കാലങ്ങൾ കഴിയുമ്പോൾ പലപ്പോഴും നാം സംഭവിക്കുന്നത് നമ്മുടെ സത്യം അതിൽ നിന്ന് മാറും. പൗലോസ് ഒടുവിൽ വന്നപ്പോഴും പിന്നെയും ആ രക്ഷയുടെ കേന്ദ്രത്തിൽ താൻ നിൽക്കുന്ന സെൻട്രാലിറ്റി ഓഫ് ഹിസ് സാൽവേഷൻ, രക്ഷയുടെ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ആ വലിയ മഹത്വം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ നേടിയത്, എനിക്ക് സാധിച്ചത്, എൻ്റെ ജീവിതത്തിൽ ലഭ്യമായി തീർന്ന നത്തിങ് മാച്ചസ് ദിസ് ഗ്രേറ്റ് സാൽവേഷൻ വിച്ച് ഹാവ് റിസീവ്ഡ്. എനിക്ക് ലഭിച്ച ഈ മഹനീയമായിരിക്കുന്ന രക്ഷയ്ക്ക് വേറെ ഒന്നും ബദലാകുന്നില്ല, അതിനോട് തുലനം ചെയ്യുവാൻ ഒന്നുമില്ല. സാൽവേഷൻ സെൻട്രൽ. രക്ഷ തൻ്റെ ജീവിതത്തിൽ പ്രമുഖമായിരിക്കുന്ന ആദ്യകാര്യമായി തീർന്നു. അതേ പ്രവൃത്തികളുടെ പുസ്തകത്തിലും ലേഖനങ്ങളുടെ നീളവും നാം തൻ്റെ അനുഭവങ്ങളോട് ചേർന്ന് നാം കാണുമ്പോൾ, കർത്താവിന് വേണ്ടി തൻ്റെ അധ്വാനങ്ങളും തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയും ഒക്കെ നാം കാണുമ്പോൾ തന്നെയും രക്ഷയുടെ പ്രാമുഖ്യം തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്തിയിരുന്നതായിട്ട് നാം കാണുന്നില്ല. ഓൾവേസ് ഹിസ് സാൽവേഷൻ സ്റ്റുഡ് ഫസ്റ്റ്. തൻ്റെ രക്ഷ എപ്പോഴും മുൻപിൽ നിന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഫിലിപ്പർക്ക് എഴുതുമ്പോൾ പറയുന്നത്, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ചാൽ ഞാൻ ഓടുന്നേ ഉള്ളൂ. ഓൾ ദാറ്റ് ക്രൈസ്റ്റ് ഇൻറ്റൻറ്റഡ് ഇൻ മീ. യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ഉദ്ദേശ സകലതും ലഭ്യമാകേണ്ടതിനായിട്ട് ഞാനും അതിൻ്റെ പിന്നാലെ പോകും. ലഭിച്ചു കഴിഞ്ഞോ തികഞ്ഞവനായ എന്നല്ല, എനിക്കും അത് ലഭിക്കാമെന്ന് വെച്ച് ഞാൻ ഓടുന്നു. പിൻപിലുള്ളതിനെ മറന്നിട്ട് മുൻപിലുള്ള പരമയുടെ ആ ലാക്കിലേക്ക്, ദാറ്റ് ഗ്രേറ്റ് കോൾ, ആ ലക്ഷ്യത്തിലേക്ക് ഓടുന്നവനായിട്ട് നാം കാണും. അതെ, തൻ്റെ ജീവിതത്തിലെ ആ വലിയ ലക്ഷ്യം പിന്നെയും താൻ പറയുമ്പോൾ, ന്യായപ്രമാണത്തിൻ്റെ എൻ്റെ സ്വന്തം നീതിയല്ല, വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആ നീതി ലഭിച്ച് ടു ബി ഫൗണ്ട് ഇൻ ഹിം, അവനിൽ കണ്ടെത്തപ്പെടേണ്ടതിന്, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവൻ്റെ കഷ്ടാനുഭവങ്ങളെ കൂട്ടായ്മയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവനെ തന്നെയും അറിയേണ്ടതിന്, രക്ഷയിൽ നിക്ഷിപ്തമായിരുന്ന ദൈവികമായിരിക്കുന്ന വിളിയുടെ സകല നിറവും സമൃദ്ധിയും എപ്പോഴും താൻ ഇച്ഛിച്ചിരുന്നു. അതിൻ്റെ കോസ്റ്റിൽ അതിനെ മാറ്റിവെച്ചിട്ടല്ല താൻ മറ്റു കാര്യങ്ങൾ ചെയ്തിരുന്നു. അതെ, കീപ് യുവർ സാൽവേഷൻ സെൻട്രൽ. നിങ്ങളുടെ രക്ഷ എപ്പോഴും കേന്ദ്രത്തിൽ തന്നെ വെച്ചുകൊള്ളണം. ഒടുവരെയും തുടക്കത്തിൽ മാത്രമല്ല, മുൻപോട്ട് സാൽവേഷൻ മീൻ എവറിത്തിങ് ടു യു. രക്ഷ നിങ്ങൾക്ക് ഒന്നാമതായിട്ടിരിക്കണം. ഇറ്റ്സ് ദേർ ദ ലോർഡ് മെറ്റ് യു. അവിടെയാണ് കർത്താവ് നിങ്ങളെ കണ്ടുമുട്ടിയത്. തുടർമാനമായിട്ട് ജീവിതാവസാനം വരെ മേ ദ ലോർഡ് ഓൺ ദ ആൾട്ടർ ഓഫ് യുവർ സാൽവേഷൻ. കർത്താവ് നിങ്ങളെ കണ്ടെത്തിയ ബലിപീഠത്തിൽ, യാഗപീഠത്തിൽ, എപ്പോഴും ആ രക്ഷയുടെ ബലിപീഠത്തിൽ നിങ്ങൾ കർത്താവിനെ കണ്ടെത്തുന്നവരായിരിക്കണം. അത് കേന്ദ്രത്തിലിരിക്കുമ്പോൾ മാത്രമേ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടവണ്ണം ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുള്ളൂ. കാലങ്ങളോട് നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്താണ്? ആ രക്ഷയുടെ കേന്ദ്ര അവസ്ഥയിൽ നിന്നും നാം മാറിയ ശേഷം നമ്മെ സമയത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം സംബന്ധിക്കുന്ന സഭ, അതിൻ്റെ പ്രത്യേക ഉപദേശരൂപങ്ങൾ, കൃത്യത, നാം അനുവർത്തിച്ചു വരുന്ന കാര്യങ്ങളുടെ പ്രത്യേകതകൾ, ശൈലികൾ, ബൈബിളിൻ്റെ വ്യാഖ്യാനങ്ങൾ, നമ്മുടെ ശുശ്രൂഷകൾ, അത് സംബന്ധിച്ചുള്ള മത്സരങ്ങൾ. We turn into a lot of complex things. അനേക സങ്കീർണ കാര്യങ്ങളിലേക്ക് പോയ ശേഷം the whole goal is lost. ആ ലക്ഷ്യം മുഴുവൻ നഷ്ടപ്പെടുന്നവരായിട്ട് നാം തീരാറുണ്ട്. കീപ് യുവർ സാൽവേഷൻ സെൻട്രൽ. നിങ്ങളുടെ രക്ഷ എപ്പോഴും കേന്ദ്രത്തിൽ തന്നെ വെച്ചുകൊള്ളുക. നമ്മുടെ ജീവിതത്തെ ബന്ധിക്കുന്ന കുടുംബം, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ തൊഴിൽ, നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ ആരാധന, നമ്മുടെ സഭ, ലോഡ് ഓഫ് ആൾട്ടേഴ്സ്, ഇതെല്ലാം ദൈവത്തെ സേവിക്കുന്ന ഇടങ്ങൾ തന്നെയാണ്. എന്നാൽ ഇവയ്ക്കെല്ലാം അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന പ്രസക്തി, സ്ഥാനം, ദൈവസന്നിധിയിൽ നമുക്കുള്ള ഉത്തരവാദിത്വം നിവർത്തിക്കണമെന്നുണ്ടെങ്കിൽ രക്ഷയുള്ള ബന്ധത്തിൽ ഇവയുമായിട്ട് ഘടിപ്പിക്കപ്പെടണം. ആ ബന്ധത്തിൽ നാം നിൽക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ വിളിയിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. അതേ, തൻ്റെ സാക്ഷ്യം പിന്നെയും താൻ മുമ്പോട്ട് പോകുമ്പോൾ ആ പാപികളിൽ ഞാനൊന്നാമൻ. സാൽവേഷൻ ഇസ് ദ ഗ്രേറ്റസ്റ്റ് തിങ്. ഏറ്റവും വലിയ കാര്യം രക്ഷയാണ്. ആ രക്ഷയുമായി യേശു കർത്താവ് വന്നപ്പോൾ ആ രക്ഷയ്ക്ക് പത്രീഭൂതനാകേണ്ടത്, ആ രക്ഷ ആർക്കെങ്കിലും ആവശ്യമാണ്. ഇറ്റ്സ് മീ, എനിക്കാണ്. വേറെ ആർക്കും കിട്ടിയില്ലെങ്കിലും ഞാനാണ് ആ നഷ്ടപ്പെട്ട പാപി. അതെങ്ങനെയാണ് സാധിക്കുക? തൻ്റെ ശുശ്രൂഷയിലുടനീളം ദീർഘദൂരങ്ങൾ സഞ്ചരിച്ച്, രാജ്യങ്ങൾ സഞ്ചരിച്ച്, ഭൂഖണ്ഡങ്ങൾ സഞ്ചരിച്ച് പോയ പൗലോസ് അനേക വിധത്തിൽ വ്യത്യസ്തരായിട്ടുള്ള പാപികളെ കണ്ടു, പല നിലയിൽ തെറ്റിപ്പോയവരെ കണ്ടു, അനേകർ കർത്താവിലേക്ക് തിരിയുന്നു കണ്ടു, അനേകരുടെ മാനസാന്തരങ്ങൾ കണ്ടു.
അതിന് നല്ല നടുവിൽ പറയുകയാണ്, ദ വേഴ്സ്റ്റ് ഓഫ് ദ സിന്നേഴ്സ്, ഞാൻ കണ്ട ഏറ്റവും ദുഷ്ടരായിരിക്കുന്ന, ഏറ്റവും നഷ്ടപ്പെട്ട പാപികളിൽ ഏറ്റവും അഗ്രഗണനീയൻ ഞാൻ തന്നെയാണ്. ഐ ആം ദാറ്റ് സിന്നർ, ഞാനാണ് ആ പാപി. എന്താ ഇതിൻ്റെ അർത്ഥം? പാപത്തെ നാം പലപ്പോഴും കാണുന്ന പാപത്തിൻ്റെ പ്രവൃത്തിയുടെ ബന്ധത്തിലാണ്. റോങ് ഡൂയിങ്സ്, പാപം മുഖാന്തരം നാം ചെയ്യുന്ന തെറ്റുകൾ, ആ തെറ്റുകൾ പാപം തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യം, ആ തെറ്റുകൾ അതിൽ തന്നെയല്ല നമ്മളെ പാപികളാക്കുന്ന കാര്യം. നാം തെറ്റ് ചെയ്യുന്നതുകൊണ്ട്, പാപം ചെയ്യുന്നതുകൊണ്ടല്ല നാം പാപികളായിരിക്കുന്നത്. മറുവശമാണ് ശരി, നാം പാപം ചെയ്യുന്നത് നാം പാപികളായിരിക്കുന്നതാണ്. We sin because we are sinners. നാം പാപികളായിരിക്കുന്നതുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാപവും ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ തന്നെയും നാം പാപികൾ തന്നെയാണ്. മാങ്ങ കായ്ക്കുന്നതുകൊണ്ടല്ല മാവ് മാവായിരിക്കുന്നു. മാങ്ങ കായ്ക്കുന്നതിന് എത്രയോ മുമ്പ് അത് കായ്ക്കത്തക്കവണ്ണമുള്ള അന്തസ്സത്ത, ജീവരസം ആ മാവിൽ തന്നെയുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഒരു ശിശു ജനിക്കുമ്പോൾ തന്നെ പാപിയായിട്ടാണ് ആ ശിശു ജനിക്കുന്നത്. ആ പാപികൾ ഞാൻ ഒന്നാം. ഇത് കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ആ ക്രൂശിൽ ഇരുവശത്തുമായിട്ട് ക്രൂശിക്കപ്പെട്ട ആ കള്ളന്മാർ, യേശു ക്രിസ്തുവിന് വേണ്ടി റിലീസ് ചെയ്ത വിട്ടയച്ച ബറബാസ് എന്ന് പറയുന്ന ആ വലിയ കുലപാതകനായിരിക്കുന്ന ആ നിഷ്ഠൂരനായിരിക്കുന്ന മനുഷ്യനും, ഇറ്റ്സ് മൈ റെപ്രസെൻറ്റേറ്റീവ്, എൻ്റെ പ്രതിനിധിയാണ്. അവരെക്കാളും ഞാൻ ഒട്ടും വ്യത്യസ്തനല്ല, നല്ലവനല്ല. ഈ കണ്ടെത്തലാണ് യഥാർത്ഥ ക്രിസ്തീയ വിനയത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന ശേഷം യഥാർത്ഥ കൃപയ്ക്ക് നമ്മളെ പാത്രീഭൂതരാക്കി തീർക്കുന്നു. അത് നാം കാണുമ്പോൾ മറ്റാർക്കെങ്കിലും ആവശ്യമുള്ളതിൽ അധികമായിട്ട് രക്ഷയുടെ ആവശ്യത്തിൽ നമുക്ക് നമ്മെ തന്നെ കാണുവാനായിട്ട് കഴിയും. അതെ, ആ ഭാവികളിൽ ഞാനൊന്നാമൻ. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ എനിക്കുള്ള ആകെ വ്യത്യാസം എന്ന് പറയുന്നത്, മറ്റേത് ഹീനപാപിയേക്കാളും എനിക്കുള്ള ഏക വ്യത്യാസം, ഐ റിസീവ് ഗ്രേസ്, എനിക്ക് കൃപ ലഭിച്ചു എന്നുള്ളതാണ്. ഐ മൈനസ് ഗ്രേസ്, എന്നിൽ നിന്ന് കൃപ മാറ്റിക്കഴിഞ്ഞാൽ ഐ എം വേഴ്സ്റ്റ് ഓഫ് എനി അതർ സിന്നർ. വേറെ ഏത് പാപിയോളം അധമനായിരിക്കുന്ന നിലയിൽ ഞാൻ അധമനായിരിക്കുന്നൊരു പാപിയാണ്. ആ കണ്ടെത്തലാണ് പൗലോസിൻ്റെ ജീവിതത്തെ അതിശ്രേഷ്ഠമാക്കി തീർത്തൊരു കണ്ടെത്തലാക്കി തീർത്തത്. സെയിം ഡിസ്കവറി, ഇതേ കണ്ടെത്തൽ നമ്മുടെ ജീവിതത്തെ, പൗലോസിൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച രൂപാന്തരത്തിൻ്റെയും ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ആക്കത്തിലും മുമ്പോട്ട് പോകാനായിട്ടുള്ള അതേ ഊർജ്ജത്തിൽ നമ്മളെ കൊണ്ടുപോകാനായിട്ടിടയായിത്തീരും. അതേ വിനയം നമുക്ക് ലഭിക്കും. ആ കണ്ടെത്തലിൽ നിന്നാണ് ഒടുവിലുള്ള പൗലോസിൻ്റെ വാക്കുകൾ നാം കാണുന്നത്. അതേ, അദൃശ്യനായിരിക്കുന്നവൻ, ഇമ്മ്യൂട്ടബിൾ, അക്ഷയനായിരിക്കുന്നവൻ, ദ ഓൺലി കിങ്, ഏകരാജാവായിരിക്കുന്ന ദൈവത്തിന് എന്നേക്കും മഹത്വം, ഗ്ലോറി, തന്നെ ഒരു ആരാധകനായിട്ട് ഒടുവിലൂടെ കാണുകയാണ്. ഈ കണ്ടെത്തൽ കൂടി, ഈ കൃപ ലഭിച്ച, ഈ രക്ഷ ലഭിച്ച ഭാവികൾ ഒന്നാമനായി കണ്ടെത്തിയ, എന്നാൽ ഈ കൃപ ലഭിച്ച എനിക്ക് there's nothing to boast, ഒന്നും പുകഴ്ചയ്ക്കായിട്ട് പ്രശംസിക്കുവാനായിട്ടില്ല. ഹിയർ ഐ വർഷിപ്പ്, ഇതാ ഞാൻ അവനെ ആരാധിക്കുന്നു. ആരാധനയാണ് നമ്മുടെ കാണുന്നത്. ദി അൾട്ടിമേറ്റ് ഓഫ് സാൽവേഷൻ, നിങ്ങളുടെ രക്ഷയെ നിങ്ങൾ ആത്യന്തികമായിട്ട് എത്തിച്ചില്ലെന്ന് ഈ തലത്തിലേക്കാണ്. എ വർഷിപ്പർ ഓഫ് ഗാഡ്, ദൈവത്തെ നമസ്കരിക്കുന്ന സത്യ ആരാധനക്കാരൻ. ഈ ആരാധനയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആരാധനയുടെ ചില ശൈലികളെക്കുറിച്ച്, ഇറ്റ്സ് എ ഹാർട്ട് ആറ്റിറ്റ്യൂഡ്, ഹൃദയത്തിനൊരു വലിയ മനോഭാവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സത്യ ആരാധകനായിട്ടിവിടെ നിൽക്കുന്നു. മാത്രമല്ല, രാജ്യങ്ങൾ കീഴടക്കിയ ചരിത്രത്തിലെ ഏറ്റവും അതിശ്രേഷ്ഠനായിരിക്കുന്ന ക്രിസ്തീയ വിശുദ്ധനും ക്രിസ്തീയ അപ്പോസ്തലനും ക്രിസ്തീയ ചരിത്രത്തിൽ അഗ്രഗണ്യമായിരിക്കുന്ന പൗലോസിന് വാസ്തവത്തിൽ തൻ്റെ തലയിലൊരു കിരീടമുണ്ട്. എന്നാൽ ഇവിടെ നിൽക്കുമ്പോൾ കിരീടമില്ലാത്തവനായിട്ടാണ് നിൽക്കുന്നത്. വേർ ഈസ് ഹിസ് ക്രൗൺ? അവൻ്റെ കിരീടം എവിടെയാണ്? കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന, കർത്താവിൻ്റെ വയലിൽ ഓടി നടക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു കിരീടം കർത്താവ് നൽകുന്നുണ്ട്. നമുക്ക് അവരുടെ ജീവിതത്തെ നോക്കി ആ ക്രൗൺ, ആ കിരീടം കണ്ടെത്തുവാനായിട്ട് കഴിയും. എങ്കിലും ദൈവസന്നിധിയിൽ അവർ നിൽക്കുമ്പോൾ അവർക്ക് ആ കിരീടമില്ല. വെളിപ്പാട് 24 മൂപ്പന്മാരെ പോൾ ദേ ലേ ഡൗൺ ദ ക്രൗൺസ്, അവരുടെ കിരീടം കർത്താവിൻ്റെ പാദപീഠത്തിൽ വെച്ച ശേഷം ദേ സ്റ്റാൻഡ് ദ വർഷിപ്പിംഗ് ഗോഡ്, ദൈവത്തെ മഹത്വീകരിക്കുന്ന ആരാധിക്കുന്ന ആരാധകരായിട്ട് അവരെ കാണുവാൻ. സെയിം മാൻ, ഇതാ പൗലോസ് ആ നിലയിൽ ഒരു ആരാധകനായിട്ട് നിൽക്കുന്നു. ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് കൃപ ലഭിച്ച അവസ്ഥയിലേക്ക്, ആദ്യ സ്നേഹത്തിലേക്ക്, രക്ഷയുടെ കേന്ദ്രീതമായിരിക്കുന്ന അവസ്ഥയിലേക്ക്, സ്നേഹത്തിൽ എന്നെ കണ്ടെത്തേണ്ടതിനായിട്ട്, നിങ്ങളുടെ രക്ഷയിൽ നിങ്ങൾ തുടർമാനമായിട്ട് ദൈവത്തെ കണ്ടെത്തേണ്ടതിനായിട്ട്, ആ രക്ഷയുടെ ഉദ്ദേശത്തിൽ വിളിയിൽ മുമ്പോട്ട് പോകേണ്ടതിനായിട്ട്, അതുമായിട്ട് ബന്ധിക്കപ്പെട്ട ജീവിതത്തിലെ സകല കാര്യങ്ങളും സമന്വയിക്കേണ്ടതിനായിട്ട്, ഒടുവിലായിട്ടിതാ സത്യാരാധകനായിട്ട് അവൻ്റെ മുമ്പാകെ നിന്ന ശേഷം സകല മഹത്വവും മാനവും അവന് നൽകി അവനെ ബഹുമാനിച്ച് ആദരിക്കുന്ന രക്ഷയുടെ മഹത്വത്തിലേക്ക് ഞാൻ നിന്നെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ ഒരു ആഹ്വാനത്തിൽ എന്നോട് ചേർന്ന് നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടാം, നമ്മെ തന്നെ വിധേയപ്പെടുത്താം,
നമുക്ക് പ്രാർത്ഥിക്കാം, ഈ കൃപയ്ക്കായിട്ട് നമുക്ക് അന്വേഷിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വമുള്ള കൃപയ്ക്കായി സ്തോത്രം. രക്ഷയുടെ വിസ്മയം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകാതെ സത്യമായിട്ട് രക്ഷയുടെ കേന്ദ്രത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ മുമ്പോട്ട് നയിച്ച് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഇപ്പോഴും സത്യ ആരാധനയിൽ ഞങ്ങളുടെ ജീവിതം കണ്ടെത്തുവാൻ ഞങ്ങൾക്കിടയാക്കി തീർക്കും. യേശു ക്രിസ്തുവിന്റെ മഹനീയ നാമത്തിൽ തന്നെ. ആമേൻ.